കൃഷ്ണ ഗുരുവായൂരപ്പ. സർവ്വ അമ്പലങ്ങളും നിരങ്ങി കൊട്ടാരത്തിലെ കാശം മുടിച്ചു വരുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയും ഭാര്യയെ. ദൈവദോഷം പറയരുത് കേട്ടോ. നമ്മുടെ മോൾക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ പോയിട്ട് വരികയല്ലേ അവര്. വഴിപാട് കഴിച്ചില്ലേ അവള് 12ാം മാസത്തിലെ പുറത്തുള്ളായിരിക്കും. ഒരു വഴിപാട്. പ്രസവത്തിനും കുഞ്ഞുണ്ടാവാനും ഒക്കെ വെടി വഴിപാട് തന്നെയാ കഴിക്കേണ്ടത്. എന്താ മാറ ഗുരുവായൂരപ്പനെയും ഏറ്റുമാനൂരപ്പനെയും വൈക്കത്തപ്പനെയും കണ്ടു തൊഴുതു. അമ്മമാരെയും വിട്ടില്ല. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരയമ്മ, ആറ്റുകാലമ്മ തുടങ്ങി സർവ്വ അമ്മമാരെയും പ്രാർത്ഥിച്ചു. മണ്ണാർശാലയിലെ അമ്മയ്ക്ക് ഉരുളിയും കമിഴ്ത്തി. 2 ഉരുളി കുറഞ്ഞു പോയല്ലോ. നീ ഉരുളി കമിഴ്ത്തി നമ്മുടെ കൊട്ടാരവും ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശുപത്രിയും ഒടുവിൽ ഉരുളി കച്ചവടക്കാരുടെ കയ്യിലിരിക്കും. ഞാൻ ഈ പ്രസാദം മോക്കൊണ്ടേ കൊടുത്തിട്ട് അവളെ ലേബർ റൂമിൽ കയറ്റി. ഇനി ആരും അങ്ങോട്ട് കയറ്റില്ല. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രസാദം കൊണ്ട് ദേ ചോറ്റാനിക്കരയിലെ പ്രസാദം അങ്ങോട്ട് കഴിക്കുക. സുഖപ്രസവമായിരിക്കും. അതിന് പ്രസവിക്കേണ്ടത് അശ്വതിയല്ലേ? അശ്വതിക്ക് വേണ്ടി അവളുടെ ഭർത്താവ് കഴിച്ചാലും മതിന്നേ. എന്റെ ശകുന്തളെ, അകത്ത് അശ്വതി മോൾക്ക് പെയിൻ വരണേ ഇല്ല. ഇവിടെ ഒരാൾക്ക് പെയിൻ വന്ന് പൊളയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്തായാലും ഭാഗ്യവാനാ. അതെ അതെ, ഇത്ര കൊച്ചിലൊരു അച്ഛനാകാൻ കഴിഞ്ഞല്ലോ. ഇന്നാ മോനെ, ഇവിടെ ചിലർക്ക് മൂക്കിൽ പല്ല് വന്നിട്ടും. ദേ മോനെ, പായസം കുടിച്ചു. ഇവളുമാരെന്തിനാ അവന്റെ കഴുത്തിന് ഊതി പിടിക്കുന്നത്? ഏയ് പായസം കുടിപ്പിക്കുക. പായസ കാത്തിരുന്ന് കൊട്ടാരത്തിനൊരു കുഞ്ഞിക്കാല് സമ്മാനിച്ചവനല്ലേ അവൻ. അമ്മായിമാര് മത്സരിച്ച് സ്നേഹിക്കുക. എന്നാലിനി നിങ്ങൾ സൂക്ഷിക്കണം. ആണത്തോണ്ടെന്ന് തെളിയിച്ചവനാ വിനോദ്. അമ്മേ, ഒന്നും പേടിക്കണ്ട. കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും പെയിൻ വരുന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാം. അപ്പം മോള് വേദന അറിയത്തേയില്ല. ഡോക്ടർ രാജൻ എത്തിയില്ലേ? ഇല്ല മാഡം. എന്താ മോളെ? എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. എന്താ? പറഞ്ഞോളൂ. ഇവരോടൊക്കെ ഒന്ന് വെളിയിൽ പോകാൻ പറയോ അമ്മേ? അമ്മയോട് മാത്രമായിട്ട് പറയാനുള്ളതാ. ഡോക്ടർ, നിങ്ങൾ കുറച്ചേരം വെളിയിൽ നിൽക്കുമോ? ശരി. അശ്വതി മോളെ, ചേച്ചി 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 പറയൂ ചേച്ചി. എന്താ ചേച്ചി? ചേച്ചി എന്റെ മോളെ! അച്ഛൻ എന്ത് ചെയ്യവിടെ? അച്ഛൻ അമ്മയോട് വർത്താനം പറയാ. ദേ അമ്മ ചിരിക്കുന്നുണ്ടല്ലേ? എന്റെ പഞ്ചാര അമ്മ.
അച്ഛനല്ലേ ഉമ്മ? ഉമ്മ. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ. ഞാൻ കൂടെ വരുന്നച്ചാ. അയ്യോ, മോൾ അവിടെ വന്ന അച്ഛന് മോളെ നോക്കാൻ സമയം കിട്ടത്തില്ല. അമ്മൂനിവിടെ ബോറടിക്കും. അച്ഛൻ വൈകിട്ട് നേരത്തെ വരാം, എന്നിട്ട് ഒരുമിച്ച് കളിക്കാം. അമ്മൂട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അച്ഛൻ വന്നിരിക്കും. ഇപ്പൊ നമുക്ക് അമ്മൂമ്മ ഒന്ന് കാണാം. അമ്മൂമ്മ എന്താ നടക്കാത്ത അച്ഛാ? അമ്മുമ്മയ്ക്ക് നടക്കാനും മിണ്ടാനും ഒന്നും കഴിയില്ല. അസുഖം ഭേദമാകുമ്പോ അമ്മുമ്മ നടക്കും. അമ്മൂമ്മേ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ ശരിയാവുന്ന ഡോക്ടർ പറയുന്നത്. അമ്മൂമ്മയ്ക്ക് അച്ഛൻ മരുന്ന് മേടിച്ചു തരും. എന്താ, ഹോസ്പിറ്റലിലെ കാര്യമാണോ? അവിടെ എല്ലാം നന്നായി പോകുന്നുണ്ട്. എനിക്ക് സമയമായി, ഞാൻ ഇറങ്ങട്ടെ. വളരും തോറും മോളുടെ ഷാഠ്യവും കൂടി വരുന്നുണ്ട്. അമ്മൂന്റെ കാര്യം നോക്കാൻ ഒരു പെൺകുട്ടി വേണമെന്ന് ഞാൻ വർക്ക്ഷോപ്പിലെ ശങ്കരപ്പിള്ളയോട് പറഞ്ഞിരുന്നു. ആ കുട്ടി ചിലപ്പോൾ നാളെ വന്നേക്കും. നീ എന്താ ഈ പറയണേ? മോളെ നോക്കാൻ പുറത്തുനിന്ന് എന്തിനാ വേറെ ആള്? ഇവിടെ എനിക്കും ഒക്കെ വേറെന്താ പണി? അതെ, കുഞ്ഞിനെ ലാളിക്കാൻ ഞങ്ങൾക്കും ആശയില്ലേ? അതെ. അവളെ ഞങ്ങള് താഴത്തും തറയിലും വെക്കാതെ പൊന്നു പോലെ നോക്കിക്കോളാം, അല്ലേ മോളെ? അമ്മൂട്ടി അമ്മൂട്ടി അമ്മൂട്ടിന്ന് വിളിച്ച് സൗര്യം തരൂല ഈ അമ്മായിമാര്. അമ്പടി മിടുക്കി. ഇവളെ ഇങ്ങത്താ, എന്നിട്ട് മനസ്സമാനത്തോടെ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. ടാറ്റാ. ടാറ്റാ. എന്റെ പൊന്നു സാറേ, ഞാൻ ഈ വില്ലേജ് മുഴുവൻ അരിച്ചു പറക്കും. എന്തിന്? നമ്മുടെ പട്ടിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പട്ടിയെ കാണാനില്ലെന്ന്. ഈ വീട്ടിലെന്താ പട്ടി വാഴുന്നു? ഇതിപ്പോ എത്രാമത്തെ തുടലും പൊട്ടി ചോടുന്നു? പട്ടി മാത്രം, എത്ര കറവ പശുക്കളുണ്ടായിരുന്ന വീടായത്. ഇവിടെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. താൻ ഒന്നുകൂടെ അന്വേഷിക്കും, എവിടെയെങ്കിലും കാണും. ഇതാണ് മോടെ വല്യ വല്യ മുത്തശ്ശൻ, ഉത്രാടം തിരുനാൾ ഉദയവർമ്മ തമ്പുരാൻ. ഭയങ്കര സംഗീതപ്രിയനായിരുന്നു. മോക്ക് ഇഷ്ടപ്പെട്ടോ ഈ മുത്തശ്ശനെ? നല്ല മുത്തച്ഛൻ. പക്ഷെ മുത്തച്ഛൻ ഒരു കള്ള ലക്ഷണം. അമ്പടി കേമി. മോൾക്ക് ഇതാരാണെന്നറിയാമോ? ഇതാണ് വിക്രമാദിത്യവർമ്മ, മോളുടെ വല്യമ്മാവന്റെ വല്യമ്മാവൻ. വലിയ വീരശൂരപരാക്രമിയായിരുന്നു. ദേ, എത്ര പേരുടെ തലവെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഓഹോ, അപ്പൊ ഇദ്ദേഹം ബാർബറായിരുന്നോ? കൊച്ചുണ്ണി വേണ്ട, പണ്ടത്തെ കാലമാണെങ്കിൽ തന്റെ ഈ തലയൊക്കെ കയ്യാലപ്പുറത്തിരുന്നേനെ. ഈ വിക്രമാദിത്യവർമ്മയും ഉദയവർമ്മയും ജയദേവർമ്മയും ഒക്കെ ആരായിരുന്നു തനിക്കറിയോ? ഉവ്വ, എല്ലാവരും ബർമാക്കാരാന്ന് മനസ്സിലായി. സോറി. ഇത് മോളുടെ വലിയ മുത്തശ്ശി. മോൾക്ക് 1 വയസ്സാവണതിന് മുമ്പ് മരിച്ചുപോയി. അയ്യോ, കരുനാക്കി മുത്തശ്ശിന്ന എല്ലാരും വിളിച്ചോണ്ടിരുന്നത്. ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആരാന്നറിയോ? മാനവേദവർമ്മ, ടിപ്പുവിനോട് യുദ്ധം ചെയ്ത വല്യ മുത്തശ്ശൻ. കുവൈറ്റിലുള്ള മോളുടെ മഹേന്ദ്ര കുഞ്ഞമ്മാവന്റെ അതേ ഛായ നോക്കി. മോള് പേടിച്ചു മോളെ, പോയോ? എന്തിനാ മോള് കരയുന്നേ? മുത്തശ്ശന്റെ ഫോട്ടോ താഴെ വീണ് പൊട്ടിയേനാ. ചില്ല് പൊട്ടിയാ പുതിയൊരു ചില്ല് വാങ്ങിച്ചിട്ടാ പോരെ. അതിന് മോളെ കരയിപ്പിക്കണോ? താനാണോ ചില്ല് പൊട്ടിച്ചേ? അയ്യോ ഞാനല്ല. താനാണോ അവളെ കരയിപ്പിച്ചേ? അയ്യോ ഞാനല്ല. മോള് വാ മാമേ, കുരങ്ങനെ കാണിച്ചു തരാം. എന്ത് കാണിച്ചു കൊടുക്കാൻ? താൻ തന്നെ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. മങ്കി വിത്ത് തെറ്റായി. കുഞ്ഞാണെങ്കിലും മനുഷ്യനെ കളിയാക്കുന്ന വലിയ ഇഷ്ടാ. എനിക്കതാണ്ടില്ല. ചെറിയ മാവ ഇന്നാള് പറഞ്ഞല്ലോ ആനയെ കാണിക്കാന്ന്. എനിക്ക് ആനയെ കാണണം. മോളെ ആനയെ കാണിക്കുകയല്ല, വല്യമ്മാവൻ ആന പുറത്ത് കയറ്റും. ഭാഗ്യം അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. റോയൽ സ്റ്റൈലിൽ പോണോടാ. കൊട്ടാരം സൂപ്രണ്ട് കൊച്ചുണ്ണി മോക്ക് ഒരാനല്ല, ഒരു
മറ്റാനെ കാണിച്ചു തരാം. മോക്ക് ഈ ചെറിയ മാവൻ പാന്റ് ഇട്ട ഒരു കങ്കാരുവിനെ കാണിച്ചു തരാം. പക്ഷെ ഈ കങ്കാരുവിന് ജിറാഫിന്റെ കഴുത്താ. ഒന്ന് തന്നെ. ഏയ്, പൂരാടം തിരുന്നാൾ വലിയ കോഴി തമ്പുരാന്റെയും പൂരാടം തിരുന്നാൾ ചെറിയ കോഴി തമ്പുരാന്റെയും കോഴിയല്ല കോയി. ആ കോഴി തമ്പുരാന്റെ എഴുന്നള്ളത്ത് തടയാൻ താനാരാ? ഒന്ന് മാറണം. വലിയ കോയിത്തമ്പുരാൻ ആ ബോർഡൊന്ന് വായിച്ചേ. വെടിവഴിപാട് 10 രൂപ. ഇതെന്താ ഇന്ത്യ പാക് ബോർഡറോ വെടിവെക്കാൻ? സ്വാമിയെ, ആ ബോർഡല്ല, മറ്റേ ബോർഡ്. അന്ധവിശ്വാസികൾക്ക് പ്രവേശനമില്ല. അന്ധവിശ്വാസിയല്ല അവിശ്വാസി. രണ്ടും ഒന്നാടാ. എന്തായാലും തമ്പുരാൻ അമ്പലത്തിൽ കയറ്റുന്ന പ്രശ്നമില്ല. ഈശ്വരന്റെ ശത്രു ഉത്സവം അലങ്കോലപ്പെടുത്തുവാൻ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാ. അയ്യോ, എങ്കിൽ വല്യേട്ടൻ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി പൊക്കോളൂ. മോളെ ഞാൻ ആനയെ കാണിച്ചോളാം. നീ ഒന്ന് വെറുതെ ഇരടാ. ഉത്സവം കാണാനും നാടകം കാണാനും ആനയെ കാണാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും പുതിയൊരു ആകാശം പണിഞ്ഞേരാനുള്ള ആസ്തി ഇന്ന് ലക്ഷ്മീപുരം കൊട്ടാരത്തിലുണ്ട്. നീ വാടാ. ഒന്നും തോന്നല്ലേ. യുക്തിവാദി സമാജം പ്രസിഡന്റിനോടാ അവൻ വാദിച്ച് ജയിക്കാൻ പോകുന്നു. മോളെ, നമുക്ക് ആദ്യം അമ്പോറ്റിയെ തൊഴുതിട്ട് ആനയെ കാണാം. എനിക്ക് അമ്മൂട്ടിയെ തൊഴണ്ട. അതെന്താ അമ്പോറ്റിയെ തൊഴണ്ടാത്തത്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? അവിടെ എന്റെ മോളാ. നിന്നെ പോലെ അമ്പല വിശ്വാസിയല്ല. മോള് വാ, വല്യമാവൻ ആനയെ കാണിച്ചു തരാം. എന്നാലേ നമുക്ക് പോയി തൊഴുതിട്ട് വരാം. അയ്യോ തമ്പുരാൻ പറ്റൂ, ഞാൻ ഇനി ഇതൊക്കെ അഴിക്കും. എടോ, അമ്പലത്തിൽ വരുമ്പോഴെങ്കിൽ ഈ കൗബീനെ എടുത്ത് കഴുത്തിലിടലെന്ന് പറഞ്ഞിട്ടില്ലേ? പാടോ. കൊച്ചു തമ്പുരാട്ടിക്ക് ആനയെ ഒന്ന് തൊടണമെന്ന്. 100 രൂപയാ തൊടുന്നതിന്. ഈ വാങ്ങലാണ് ഉത്സവം കഴിയുമ്പോ ആനയെ വാങ്ങുമല്ലോ. ഈ ആനയെ കാണാൻ നല്ല ശേലുണ്ട്. മോൾ ആനയെ തൊട്ടോ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനല്ലേ ഏറ്റവും നിരീശ്വരവാദി. കെട്ടുമുക വിനായക. നെഞ്ച് കത്തിപ്പോയി. നല്ല ശേലുണ്ട്. ഇതെന്ത് കടപ്പ. ഇങ്ങേരിതെന്താ വെടികൊണ്ട് വന്നിയ പോലെ ഓടി വരുന്നത്? ഇതെന്തു പറ്റി കൊച്ചുരാമ? അമ്പലത്തിൽ ആന വരണ്ടു. വല്യേട്ടൻ വരട്ടിയതെന്നാ എല്ലാരും പറയണേ. ആനക്കാലെ തീർന്നു കാണും. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ലല്ലോ. എന്റെ ഭഗവതി, ചതിച്ചോ? മതി പീപ്പിച്ചത്. എന്തിനാ വല്യമ്മ ഓടണേ? ഒളിമ്പിക്സിന് പോവാൻ നീ ഒറ്റ ഒരുത്തി അതിനൊക്കെ കാരണം. ഇപ്പൊ ആനപ്പുറത്ത് ഇരിക്കുന്ന പോലെയുണ്ട്. നല്ല രസം. രസമല്ല, സാമ്പാർ. ആന എന്റെ പുറത്ത് കേറിയേനെ. അപ്പൊ ആന ഏട്ടനെ ഒന്നും ചെയ്തില്ല ഏട്ടാ? ചെയ്തടാ. ആന കുത്തി കുടലെടുത്തു. നീ ഇതിനെ ഒന്നെടുത്തേ.
മോക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മൂന് ആനയ്ക്ക് ഒന്നും പറ്റിയില്ല. അമ്മൂട്ടി എന്താടാ ഒറ്റയ്ക്കുന്നത്? മരിച്ചു പോയതൊക്കെ ആകാശത്ത് നക്ഷത്രമായിട്ട് വരുവോ അച്ഛാ? എന്നാരാ മോളോട് പറഞ്ഞു? വല്യമ്മായി പറഞ്ഞല്ലോ. ആ നക്ഷത്രം കണ്ടോ? അതെന്നെ നോക്കി കണ്ണു ചിമ്മി. ആ നക്ഷത്രം ആരാന്ന് അച്ഛനറിയോ? ആരാ? അതെന്റെ അമ്മയാ. നേരെ ഒരുപാടായി, നമുക്ക് ഉറങ്ങണ്ടേ? വാ. ഇപ്പൊ എന്താ ഓർത്തെന്ന് ഞാൻ പറയട്ടെ? എന്താ അച്ഛന്റെ മോള് പറ. എന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്. അത് അമ്മൂട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ അമ്മൂട്ടിക്ക് മനസ്സിലാവും. ആഹാ, മിടുക്കി. എന്റെ അമ്മ സുന്ദരിയായിരുന്നു അല്ലേ അച്ഛാ? പിന്നെ മോളെ പോലെ. അമ്മ എന്തിനച്ഛ മോളെ വിട്ടു പോയത്? അമ്മുക്കുട്ടി ഉറങ്ങിക്കോ, നാളെ നഴ്സറി പോണ്ടതല്ലേ. രാവിലെ ചെറിയ മാമയും വല്യമാമയും കൂടെ മോളെ സ്കൂളിൽ കൊണ്ട് ചേർക്കും. എന്നെ അച്ഛൻ കൊണ്ട് ചേർത്താ മതി. അയ്യോ, അച്ഛന് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് മുംബൈക്ക് പോണെന്ന് പറഞ്ഞില്ലേ? ഓ, ബിസിനസ് ടൂർ. അച്ഛൻ തിരിച്ചു വരുമ്പോ അമ്മൂട്ടി പഠിച്ചതെല്ലാം അച്ഛനെ പറഞ്ഞ് കേൾപ്പിക്കണേ. ഞാൻ പഠിക്കാനല്ല നഴ്സറി പോന്നത്. പിന്നെ അവിടത്തെ സാറന്മാര് ഒരു പാഠം പഠിപ്പിക്കാനാ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഈ സ്കൂളിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. വേണ്ട, ഫീസിന്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മതി. നിങ്ങളെ പോലെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്ന പേരൻസ് ആണ് നമ്മുടെ കൾച്ചറിനെ നശിപ്പിക്കുന്നത്. ആട്ടെ, എന്താ നിങ്ങളുടെ ജോലി? ഓട്ടോ ഡ്രൈവറാ. ഓഹോ, അതാണ് ഇത്ര ചീപ്പായിട്ട് സംസാരിച്ചത്. ബൈ ദ ബൈ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടോ? അംബാസിഡർ പോരാ, ലാൻസർ ഫോർഡ്. കുറഞ്ഞ പക്ഷം ഒരു മാരുതി സെന്നെങ്കിലും വേണം. ഈ സ്കൂളിന്റെ അന്തസ്സിന് നിരക്കുന്ന വാഹനം ഉണ്ടായിരിക്കണം. ലൈലന്റ് ലോറി മതിയോ? സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷയും തള്ളി നടക്കണോ? നിങ്ങളോട് ചോദിച്ചില്ല. ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ കോഴിത്തമ്പരാക്കന്മാരാ. ഞാൻ കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ണി. കണ്ടിട്ട് മൊത്തം ഒരു ചീപ്പ് ലുക്ക്. ആ കുട്ടിയെ താഴെ ഇറക്ക്. ഇതെന്താടേ പോലീസ് സ്റ്റേഷനോ? ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ വെച്ച് പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. ഇംഗ്ലീഷ് സംസാരിച്ചിട്ടായാലും മലയാളം സംസാരിച്ചിട്ടായാലും കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ ബന്ധപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ? സൈലൻസ്. ഇവിടെ ഡിസിപ്ലിൻ പാലിച്ചിരിക്കണം. വാട്ട്സ് യുവർ നെയിം? അമ്മുക്കുട്ടി. സേ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പറയൂ. അമ്മുക്കുട്ടി. I am the granddaughter of late King Manavendra Varma and granddaughter of Devendra Varma and daughter of Vinod Varma from Lakshmipuram Palace. Good. കൂടെ വന്നവരെ പോലെ കുട്ടി അത്ര ചീപ്പല്ല. Okay, the first question. How many fingers are there in this hand? 5. How many teeth are in your mouth? മൊത്തം വെപ്പോല. അതാ ടീച്ചറൊന്നും മിണ്ടാത്ത. ഈ കൊച്ചിതെങ്ങനെ കണ്ടുപിടിച്ചു? ഞങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ ചമ്മല് മാറ്റാൻ ആരാ ഒരു സോങ് ഇംഗ്ലീഷിൽ സിംഗ് ചെയ്യുന്നത്? Who will sing an English song? ഞങ്ങളുടെ മോള് വേണേ ഇംഗ്ലീഷ് പാട്ട് മലയാളത്തിൽ പാടും. തട്ടിവിട അമ്മുക്കുട്ട.
ഇതിനെ പറ്റി നഴ്സറി സ്കൂളിൽ ആന വരണ്ടോ? ആനയല്ല വരേണ്ടത്, മനുഷ്യരാ. അമിട്ട് പൊട്ടിക്കുന്ന പോലെ അല്ലയോ മോളെ ഞങ്ങളെ കൂടെ പൊട്ടിച്ചു മേളിലോട്ട് വിട്ടത്. അയ്യോ, എന്തു പറ്റി മോളെ? നല്ല രസമായിരുന്നു ആന്റി. എല്ലാരും ആകാശത്ത് പറന്നു നടന്നു. നമ്മുടെ മോളെ ഇനി ആ നഴ്സറി സ്കൂളിലേക്ക് അയക്കുന്ന പ്രശ്നമില്ല. അതൊരു വിദ്യാലയമല്ല, പ്രേതാലയമാ. ആ പ്രിൻസിപ്പലിന്റെ അവിടുത്തെ കംപ്ലീറ്റ് സാറന്മാരുടെയും ദേഹത്തിൽ പ്രേതബാധ കൂടിയിരിക്കുക. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് ചത്ത പ്രേതങ്ങളാ. എല്ലാവർക്കും ഡാൻസ് അറിയാം. അത് ഭൂതവും പ്രേതവും പിശാചും ഒന്നും അല്ല. അവരൊക്കെ മാജിക്കാരാ, മാജീഷ്യൻസ്. എല്ലാം മനസ്സിന്റെ തോന്നല, മെന്റൽ വൈബ്രിക്കേഷൻസ് ഓഫ് ദി ലൂബ്രിക്കേഷൻസ്. ആ ലൂബ്രിക്കേഷന്റെ കൊളാബ്രിക്കേഷൻ കൊണ്ടായിരിക്കും യുക്തിവാദി എന്റെ അമ്മ എന്ന് വിളിച്ചോണ്ട് ആകാശത്തൂടെ പറന്നു നടന്നത്. പറഞ്ഞു നടന്നത് ദൈവത്തിന്റെയും പ്രേതത്തിന്റെയും കഴിവൊന്നുമല്ല, എന്റെ മെന്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടാ. പിന്നെ കയ്യിലല്ലേ മെന്റൽ കൺട്രോള്. ഈശ്വരനിലും പ്രേതത്തിലും ഒന്നും വിശ്വസിക്കണ്ട. ഇങ്ങനെ നിന്നിച്ച് നടന്നോ. പഴയ നക്സലൈറ്റുകളും യുക്തിവാദികളും തീവ്രവാദികളും ഒക്കെ ഇപ്പൊ കുറിയും തൊട്ട് നടക്കുന്ന ഭക്തന്മാരാ. ഭയങ്കര കണ്ടുപിടുത്തം. നിന്നെ പോലെ മനക്കെട്ടില്ലാത്തവരായി എന്തിനും ഏതിനും ഈശ്വരനെ ആശ്രയിക്കുന്നു. ഹൂ ഈസ് ഈശ്വരൻ? ഈശ്വര എന്നോട് പൊറുക്കണേ. മാവേ, എനിക്കൊരു പഴുത്ത മാങ്ങ തരുമോ? ഇത് ശരിക്കും പഴുത്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഇത് മതി. നമ്മൾ കുഞ്ഞ് മനുഷ്യ കുഞ്ഞല്ല. ഭാഗ്യം, ഭാഗ്യം. വല്യമ്മാമ എന്തിനാ ഓടിയത്? നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. നീ ഭൂതമാണ്, പ്രേതമാണ്. അയ്യോ, നമ്മുടെ കുഞ്ഞ് പിശാചാണ്. അയ്യോ, ഓടി വരണേ കൊച്ചുരാമ. ഭാഗ്യോ, കൊച്ചുണ്ണിയേ, എന്റെ അയ്യോ ഭാഗ്യലക്ഷ്മിയേ. കണ്ണിന് കാണാൻ പോലും ഇവിടെ 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 എടാ കൊച്ചുണ്ണി, എന്നെ ഒന്ന് താഴെ ഇറക്കടാ. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഇതാണ് പറയുന്നത്, കണ്ടു കണ്ടങ്ങിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന. ഓമനയോ? അതേ ഓമന? അതും വലിയ തമ്പുരാനെ മേലെ കയറ്റാൻ പറ്റിയ ഓമന? ഇവിടെ ഇരുന്നാ ലോകം മുഴുവൻ കാണാതെ. എന്താ എന്താ ഇവിടെ? കൊട്ടാരത്തിൽ കള്ളം കയറിയോ? ഇറങ്ങി വേണോ താഴെ? ഏട്ടനായിരുന്നോ? ഇപ്പൊ മനസ്സിലായല്ലോ. ഏട്ടൻ കള്ളൂടി മാത്രമല്ല കഞ്ചാവ് വലിയും തുടങ്ങിയിട്ടുണ്ട്. എടാ കൊച്ചുണ്ണി, നീ എന്നെ ഒന്ന് താഴെ ലാൻഡ് ചെയ്യടാ. ഞാൻ എല്ലാ വിവരവും പറയാം. എടോ മണ്ടൻ സൂപ്രണ്ടെ നോക്കി നിൽക്കാതെ ഏണി എടുത്തോണ്ട് വാടോ. അവള് മാങ്ങ പറിച്ചടാ. മാങ്ങ പറിക്കുന്നത് പ്രേതമാണോ ഏട്ടാ? അയ്യോ, അവള് പറന്നു പോയി പറിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടാ. കഞ്ചാവ് കഞ്ചാവ്. നീ ഓടിപ്പോയി 2 ചക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവാ. തളം വെച്ച അല്പ ആശ്വാസം കിട്ടും. അയ്യോ, അമ്മയാണ് ഞാൻ കഞ്ചാവ് പിടി വലിച്ചിട്ടില്ല. സത്യമാ, നിങ്ങൾ വിശ്വസിക്കും. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആന വരേണ്ടതും നഴ്സറിയിൽ എല്ലാരും പറന്ന് കളിച്ചതും അവള് കളിച്ച കളിയാ.
അവള് മനുഷ്യ കുഞ്ഞല്ല, പിശാച. മണ്ടത്തരം പറയാതെ. വിഡ്ഢിയാണെങ്കിലും ചേട്ടൻ ഒരു യുക്തിവാദിയല്ലേ? ഇനി എന്നെ യുക്തിവാദി എന്ന് വിളിക്കരുത്. ഞാൻ യുക്തിവാദി സമാജത്തിന് രാജിവെക്കാൻ പോവാ. ദൈവമുണ്ട്, പ്രേതമുണ്ട്, ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അനിയാ, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. അമ്മ മോള് ദുരാത്മാവാണ്. ഓ, ഈ പറഞ്ഞതുപോലും വിനോദ് അറിഞ്ഞ ഏട്ടന്റെ തല വെട്ടിയെടുക്കും. നിരീശ്വരവാദം പറഞ്ഞ് നടന്ന് ഈശ്വരൻ മുഴുവൻ ഭ്രാന്തനാക്കി. ഭാഗ്യലക്ഷ്മി, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. എനിക്ക് ലോകത്ത് വിശ്വാസമില്ലാത്ത നിങ്ങൾ മാത്രം. ഞാനിത് എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ? ഒരുമിച്ച് കള്ളു കുടിച്ച എക്സ്പീരിയൻസ് ആണെന്ന് കരുതരുത്. എത്ര കുടിച്ചാലും തമ്പുര ഇത്രയും ഫിറ്റ് ആയിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. എന്നിട്ട് അമ്മമോൾ എന്തിയേ? ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? ആരും വിശ്വസിക്കുന്നില്ല. അയ്യോ, ജംബോ ബ്രാൻഡ് കഴിച്ചാൽ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും. നീ ഏട്ടൻ കറുപ്പ് കഴിച്ചതാണോ? എല്ലാം ശരിയാവോ? എന്താ ചെറിയ മാമ? വേണ്ട വേണ്ട, അടുത്തേക്ക് വരണ്ട. ഇത് മാങ്ങ പറിക്കുന്ന ഇനമല്ല, മനുഷ്യനെ തിന്നുന്ന ഇനമാട്ടാ. സത്യം പറ, നിങ്ങളുടെ ദേഹത്തും പ്രേതം കൂടിയോ? അല്ല ഏട്ടാ, ഞങ്ങളും കണ്ടു. ഏട്ടൻ പറഞ്ഞ ശരിയാ, അവള് മനുഷ്യ കുഞ്ഞല്ല, പ്രേത കുഞ്ഞാ. പ്രേതങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവോ? പ്രസവത്തോടെ മരിച്ചുപോയ അശ്വതി കുഞ്ഞിന്റെ ആത്മാവായിരിക്കും അവൾ കേറിയിരിക്കുന്നത്. അവളിപ്പോ കളിക്കാൻ ഹാളിൽ കയറും. നമുക്ക് പുറത്തുനിന്ന് പൂട്ടാം. എനിക്ക് വിശക്കുന്നു വല്യമ്മ, കഥവ് തുറക്ക്. അത്രയ്ക്ക് വരട്ടെ, ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ട്. ഊരുരുട്ടാതെ നക്ഷത്രക്കാരെ പ്രേതങ്ങൾക്ക് പേടിയാണെന്ന് കൊച്ചുണ്ണി തന്നെയല്ലേ എന്ന് പറഞ്ഞത്? അന്നൊരു മണ്ടത്തരം പറഞ്ഞു പോയി. അതിനുള്ള ശിക്ഷയാണോ ഇത്? ഞാനിപ്പം പുരുരുട്ടാതെ നാളിന്ന് മാറി. പോടോ, ഞങ്ങൾ പുറകിലില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെ, അതാ ഇപ്പൊ കൂടുതൽ പേടി. മുന്നില് കുട്ടിപ്രേതം, പുറയില് വടയക്ഷികളും. എന്താ പേടിപ്പിക്കാതെ ഒറ്റ കുത്തു ശരിട്ടാ. ഞാൻ വൈ വച്ചോ. തുറന്നു. കഥവ് തുറക്കാൻ ഇവർക്ക് പേടിയാ കുഞ്ഞെ. തൽക്കാലം എടുത്ത് തിന്നോ. കഥവ് തുറക്കാതെ ഞാൻ തിന്നില്ല. കഥവ് തുറന്നിട്ട് കുഞ്ഞിന് ഞങ്ങളെ കൂടെ തിന്നാനല്ലേ?
ഇതെന്താ എല്ലാവരും ഇവിടെ കിടന്നുറങ്ങുന്നത്? വല്യമ്മ എല്ലാവർക്കും എന്ത് പറ്റി? അമ്മുമോളവിടെ? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു പോള് കണ്ണടച്ചിട്ടില്ല. എന്താ മൂക്കുവല്ല അസുഖവും? അസുഖമൊന്നുമില്ല. പക്ഷെ ഈ ചെറിയ മാമ ഒരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത്. നമ്മുടെ അമ്മുവിന്റെ ദേഹത്ത് അശ്വതി മോളുടെ ആത്മാവ് കയറിയിരിക്കുക. നേരാ മോനെ, അശ്വതിമോടെ ആത്മാവ് ഈ കൊട്ടാരത്തിൽ അലഞ്ഞു നടക്കുക. ഇന്നലെ രാത്രി അമ്മുമോളെ ദേഹത്ത് അശ്വതി കുഞ്ഞിനെ ഞങ്ങൾ കണ്ടു. വെളുത്ത സാരി ഉടുത്ത് മുടിയൊക്കെ പറത്തി രക്തയക്ഷിയുടെ ഭാവത്തിലായിരുന്നു. മരിച്ചുപോയ എന്റെ അശ്വതി നിങ്ങൾ കണ്ടു അല്ലേ? സത്യമായിട്ടും കണ്ടതാ. ദേ വല്യമാമനോട് ചോദിച്ചു നോക്ക്. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്ത് പിടിച്ചു? വല്യമാമ ഈ ഭ്രാന്തിന് കൂട്ട് വെക്കാണ്. നിങ്ങൾ വലിയ യുക്തിവാദി എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇന്നലെ യുക്തിവാദി മരിച്ചു. ഇപ്പൊ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. വല്യമാൻ പറയുന്ന മോൻ വിശ്വസിക്കണം. നിന്റെ മോള് മനുഷ്യ കുഞ്ഞല്ല, കുട്ടി പിശാചാണ്. തെമ്മാടത്തിനും പറഞ്ഞോണ്ടല്ലോ. എന്റെ നെഞ്ചി കിടന്നുറങ്ങുന്ന കുഞ്ഞാവള്. അവൾക്കൊരു അസുഖമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും കൂടെ പറഞ്ഞു ഉണ്ടാക്കാതിരുന്നാ മതി. എവിടെ എന്റെ മോള്? ജീവനെ കൊതിയുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി മോളെ ഹാളെ പൂട്ടിയിട്ടിരിക്കുക. ഇതാ താക്കോൽ. പൂട്ടിയിട്ടിരിക്കുന്നു? അമ്മോളെ എന്താടാ? എന്നെ എല്ലാരും കൂടി ഇന്നലെ പൂട്ടിട്ട് എനിക്കൊന്നും തിന്നാൻ തന്നില്ല. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും നിങ്ങൾ എന്റെ മോളെ പട്ടിണി കിട്ടുമല്ലേ? മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക്? എന്റെ കുഞ്ഞ് പ്രേതമാണത്രേ. എനിക്കറിയാം. ഇവിടുത്തെ സ്വത്തിലാ നിങ്ങളുടെയൊക്കെ കണ്ണ്. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. കോടികൾ കണ്ടാലൊന്നും എന്റെ കണ്ണ് മഞ്ഞളിക്കില്ല. ഈ സ്വത്തൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മോളെ മാത്രം മതി. സ്വത്ത് മോഹിച്ചിട്ടോ കുഞ്ഞിനോടുള്ള ഇഷ്ടക്കുറവുണ്ടോ ഒന്നുമല്ല മോനെ. അമ്മക്കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവനാണെന്ന് അറിയാമല്ലോ. ആ, അതിപ്പോ മനസ്സിലായല്ലോ. അയ്യോ അങ്ങനെ പറയരുതേ. ഏതെങ്കിലും മന്ത്രവാദിയെ വിളിച്ച് നമുക്കിവിടെ ഒരു പൂജ ചെയ്താൽ മതി, എല്ലാം നേരെയാവും. ചെയ്യേണ്ട എന്താന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനി എന്റെ മോളെ തൊടണ്ട. അവളെ നോക്കാൻ ആളെ കിട്ടും, ഞാൻ നോക്കട്ടെ. ഏട്ടാ എന്താ